കണിച്ചാറ് ഭാഗത്തേക്ക് ഇനി എപ്പോഴാ ബസ്? എന്താ നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടേ? ആറളം. ആറളത്തേക്കോ? ആറളത്തേക്കുള്ള ബസ്സൊക്കെ പോയല്ലോ. ലാസ്റ്റ് ബസ് 9:55 ഇനിയിപ്പോൾ രാവിലെ 5:30 ഉള്ളൂ. ഇവിടെ താമസിക്കാൻ വല്ല ലോഡ്ജും കിട്ടുമോ? അതൊക്കെ ടൗണിലാണ് ഉണ്ടാവുള്ളൂ, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെ നാട്ടുകാരനാണല്ലോ ആ ബേക്കറിക്കാരൻ. അയാൾ അതിൻ്റെ ബാക്കിൽ തന്നെയാണ് താമസം. നിങ്ങൾ അയാളോടൊന്ന് ചോദിച്ചു നോക്കി. ഇന്ന് ശനിയാഴ്ചയല്ലേ, അയാൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. സമ്മതിച്ചില്ലെങ്കിൽ മോശമാവൂലേ? എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുക, നമുക്ക് രാവിലെ വരെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടൂല. ഒരു ജായി സ്ഥല. നിങ്ങൾ വല്ലതും കഴിച്ചിട്ടുണ്ടോ? ആ കട പൂട്ടണതിൻ്റെ മുന്നേ എന്തെങ്കിലും കിട്ടുമോ നോക്കി. ഞാൻ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് വരാം. നിങ്ങൾക്ക് വേണോ? വേണ്ട. ഞാൻ പോവാണേ. നാളെ നേരത്തെ ഓട്ടോ, ഇന്നലത്തെ പോലെ ആക്കല്ലേ? കുടിക്കാൻ എന്താ ഉള്ളത്? ജ്യൂസൊക്കെ കഴിഞ്ഞു, കുപ്പിവെള്ളമുണ്ട്, എടുക്കട്ടെ? ഹലോ. ആ ഇല്ല, ലാസ്റ്റ് ബസ്സും പോയി. ഇനി എത്താൻ കഴിയുമെന്ന് തോന്നണില്ല. ഞാൻ എന്തേലും ചെയ്തോളാം. ശരി എന്നാ. ആ എന്താ പറഞ്ഞേ? ജ്യൂസൊക്കെ കഴിഞ്ഞു, കുപ്പിവെള്ളമുണ്ട്, തരട്ടെ? ആ ഒരു കുപ്പി വെള്ളം എടുത്തോ. നിങ്ങൾ ആറളത്തല്ലേ? അവിടുന്ന് ഒരു 4 കിലോമീറ്റർ മുമ്പേ കുറുവ. ഞാൻ ആറളത്താ. ഓ, സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങൾ അവിടെയാണെന്ന്. ഇവിടെ പേരാവര് പോയി വരുവാ. ഇവിടെ എത്തിയപ്പോൾ ലേറ്റായി. അത് ശരി. കണിച്ചാറിലേക്കുള്ള അവസാന ബസ്സും പോയി. ഓ, അവിടെ ഒരു സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, അറിയോ? ഓ അറിയാലോ. ഞാൻ അങ്ങേരുടെ കൂടെ കുറച്ചു കാലം കരാർ പണിക്ക് പോയിട്ടുണ്ട്. ആ അങ്ങേരുടെ വീടിൻ്റെ അടുത്താണോ? അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ആ സ്കൂളിൻ്റെ അടുത്താ. ഓഹോ. എനിക്കിവിടെ കിടക്കാൻ വല്ല സൗകര്യം ഉണ്ടാവുമോ? എൻ്റെ റൂമോടെ അടുത്ത് തന്നെയാണ്. റൂമിൽ ഞാൻ മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാ. റൂമിൽ ഞങ്ങളിപ്പം പുറത്തുനിന്നാരും കിടത്താറില്ല. കാര്യം എന്താ അറിയോ? കഴിഞ്ഞ ദിവസം റൂമിൽ കിടക്കുന്ന ഒരാളുടെ സുഹൃത്ത് റൂമിൽ വന്നു. അയാളെ രാത്രി റൂമിൽ വെള്ളമടിച്ച് ആകെ അലമ്പാക്കി പ്രശ്നമാക്കി കളഞ്ഞു. അത് കാരണം പുറത്തുനിന്ന് ഇപ്പം ആരും കിടത്താറില്ല. സാറില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇതാ പൈസ. സോറി കേട്ടോ. ഹലോ. ഇല്ല, ഞാൻ ചോദിച്ചു. പക്ഷേ ഞാൻ വിളിക്കാം. ശരി എന്നാ. നിങ്ങളെന്തെങ്കിലും കഴിച്ചോ? വാ വാ, അതേക്ക്. ആ പായെടുത്ത് വിരിച്ചു കിടന്നോളൂ. ആ പുതപ്പ് അവിടെ ഉണ്ട്. ആ ആ നിങ്ങൾ കുറച്ചേരം ഇവിടെ കിടക്ക്, ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാം. ഞാൻ സഹായിക്കണോ? ഹേയ് വേണ്ട വേണ്ട, അതിന് മാത്രമൊന്നുമില്ല. ഇത്തിരി കഞ്ഞിയും കുറച്ച് അച്ചാറും. ഓ, ഉച്ചയ്ക്ക് ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കും. രാത്രി പിന്നെ എങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ടും. ഇതാണ് ഇവിടുത്തെ പതിവ്. ആറളത്തേക്കുള്ള അവസാനത്തെ ബസ് 9:30 അറിയില്ലായിരുന്നോ? ഏലപ്പീടിയ കഴിഞ്ഞപ്പോൾ ഒരു ബ്ലോക്ക്.
പാർട്ടി പരിപാടിയാണേ. 3/4 മണിക്കൂർ അവിടെ പെട്ടു. അല്ല, വീട്ടിലായിരിക്കും ഉണ്ട്? വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ കല്യാണം? ഭാര്യ ഉണ്ടായിരുന്നു, ഇപ്പല്ല. സോറി കേട്ടോ, ഞാൻ അറിയാതെ ചോദിച്ചതാ. അതൊന്നും കുഴപ്പമില്ലെന്ന്. ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ പിരിഞ്ഞു. ഒരു മോളുണ്ട്, അവളുടെ കൂടെയാ. അതാ ഒരു വിഷമം. കൊച്ചിനിപ്പോൾ എത്ര വയസ്സായിണ്ടാവും? കൊച്ചിനൊരു 19 വയസ്സ് കാണും. എനിക്ക് കുറച്ച് ഉപ്പ് തരുമോ? ഞാൻ ഉപ്പ് നന്നായി കഴിക്കും. ഇപ്പോൾ കൊണ്ടുവരാം. ഇതാ, ആവശ്യത്തിന് എടുത്തോളൂ. ആ ആ ഹലോ. ആ, കഴിച്ചു. നീ കഴിച്ചോ? കഞ്ഞായിരുന്നു. ഇല്ല, നോക്കാം. ആ, ഞാൻ വിളിക്കട്ടോ. എന്താ 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 എന്തു പറ്റി? ഒന്നുമില്ല, വയറിനും ദുർമാരി. വെള്ളം എന്തെങ്കിലും വേണോ? വേണ്ട, കുറച്ച് ശരിയായിക്കോളൂ. ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട, അമ്മേ. ചിലപ്പോ തൊണ്ട പൊട്ടിയതാവും. ഞാൻ കുറച്ച് വെള്ളം എടുക്കാം. വെള്ളം കുടിക്കും. ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എവിടെയായിരുന്നു വെച്ചേ? ഇവിടെ ഒന്നുമില്ല. ഫോൺ കാണില്ല. നമ്പർ അറിയാം. ഞാൻ പുറത്തൊന്ന് പോയി നോക്കാം. ആരെങ്കിലും വണ്ടി ഏതെങ്കിലും കിട്ടുമോ നോക്കാം. ഇല്ല, ഞാൻ വിളിക്കാം. വണ്ടിയൊന്നും കിട്ടിയില്ല. ഇല്ല, കുറച്ചുകൂടെ കഴിയും. മരിക്കും, ഉറപ്പാ.
ഇതുപോലൊരു രാത്രിയിൽ എൻ്റെ മോൾ ഇവിടെ ബസ് ഇറങ്ങി. അന്ന് അവളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അവളുടെ അമ്മച്ചി നല്ല കപ്പയും കഞ്ഞി ഉണ്ടാക്കി വെച്ചിരുന്നു. കപ്പയും കഞ്ഞി എന്ന് പറഞ്ഞ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു തലകറക്കം. നിന്റെ അടുത്തേക്ക് അവൾ വെള്ളത്തിന് വന്നത്. അവിടെ അവൾ തലകറങ്ങി വീണു. നീയും നാട്ടുകാരും ചേർന്ന് അവളെ നിന്റെ റൂമിൽ കിടത്തി. അത് 100. മുതലാളി ആ ബാക്കി എടുത്താലോ, ബാലൻസ് 10. ഓക്കെ ഓക്കെ. എടാ ഞാൻ പോരാ, ആ കൊച്ചിനുള്ള കൊടുത്തോടാ. ആ നോക്കിക്കോ. ശരി. മോളെ കിടന്നോ? ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കാം മോളെ. കുടിച്ചോ? ഡീ നീ കഴിച്ചില്ലേ? എന്താ നിന്റെ പ്രശ്നോ? കഴിക്കടി. ഭക്ഷണം വെറുതെ എടുത്ത് ചീത്തയാക്കോ. എടി കഴിച്ചിട്ട് പോടി. നീ എന്തിനാ അവളിങ്ങനെ വഴക്ക് പറയുന്നേ? കുറച്ച് ദിവസമായിട്ട് അവളൊന്നും കഴിക്കുന്നില്ല. ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. അതൊക്കെ ശരിയായിക്കോളൂ, കൊച്ചല്ലത്. മോളെ നീ എന്തെടുക്കടാ? എത്ര നേരമായി എൻ്റെ മോളെ നിന്നെ ഞാൻ വിളിക്കുന്നേ. മോളെ ഉറങ്ങുക മോളെ. എന്നോടെല്ലാം ഓള് പറഞ്ഞിരുന്ന അമ്മച്ചി. അവളിത് ആരോടും പറഞ്ഞിട്ടില്ല. അതങ്ങനെ മറന്നോട്ടേ എന്ന് കരുതിയിട്ടുണ്ടാവും. പിന്നെ അവൾക്ക് മനസ്സിലായത് അവൾ ഗർഭിണിയാണെന്ന്. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എൻ്റെ മോൾക്ക്. എല്ലാം അവൾ അവസാനിപ്പിച്ചു. എടാ, നിനക്കും ഇല്ലേ ഇതുപോലൊരു മോള്?
ചേട്ടാ അല്ല നിങ്ങൾ എവിടെയത്? ഞാൻ ആ കടയുടെ സൈഡിൽ കിടക്കുകയായിരുന്നു. കൊതുകടി സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. അല്ല ഓൻ നിങ്ങളോട് പറഞ്ഞു? അവിടെ കുറച്ച് ദിവസം മുന്നേ ആരോ വന്നിട്ട് അലമ്പാക്കി, വെള്ളടിച്ച് അലമ്പാക്കി. പിന്നെ പുറത്തുനിന്ന് ആരെയും അവിടെ കടത്താറില്ല. തന്നെ ഓൻ അല്ലെങ്കിൽ തിണ്ടിയ? ഏയ് അങ്ങനെയൊന്നും പറയരുത്, ഓരോരുത്തരുടെയും സാഹചര്യമല്ലേ. ആ ഓൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയട്ടാ. ഓൻ നമ്മുടെ നാട്ടുകാർക്ക് നല്ല പേരുണ്ട്. ആ അതുപോട്ടെ. പിന്നെ നിങ്ങളെന്താ ഇത്ര നേരം വൈകി വരാൻ? എന്തായിരുന്നു പരിപാടി? ഞാനൊരു പാർട്ടിൻ്റെ നിന്ന് കുറച്ച് പൈസ കിട്ടാണ്ടായിരുന്നു. ആ ശരി. അതല്ല ഞാൻ ചോദിക്കാൻ മറന്നു, മറ്റേ എന്താണ് നിങ്ങളെ പണി? എന്താ? ഞാനിങ്ങനെ മരത്തിൻ്റെ ഒക്കെ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട്